നമസ്കാരം. വിമൻസ് ഡേ. ഇന്ന് സ്ത്രീകളുടെ ദിവസമാണ്. എല്ലാവരും സ്റ്റാറ്റസുകൾ ഇടുന്നു, ഒത്തിരി ആഘോഷങ്ങൾ നടത്തുന്നു. ഇന്ന് അവരുടെ ദിവസമാണ്. ഇന്ന് മാത്രമാണോ അവരുടെ ദിവസം? എല്ലാ ദിവസവും അവരുടെ ദിവസമല്ലേ? ഒരു സ്ത്രീക്ക് നമ്മുടെ രാജ്യം എത്രമാത്രം പ്രാധാന്യം നൽകുന്നുണ്ട്. നമ്മുടെ പ്രഥമ വനിത സ്ത്രീയാണ്. അതുകൊണ്ട് ഇന്ത്യയിലുള്ള എല്ലാ സ്ത്രീകൾക്കും അറിയിക്കുന്ന പരിഗണന കിട്ടുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നത് ആഘോഷമായി കാണുന്ന എത്ര ഭവനങ്ങളുണ്ട് നമ്മുടെ നാട്ടിലും ഈ രാജ്യത്തും. പലപ്പോഴും ഒരു പെൺകുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ബാധ്യതയായിട്ടാണ് പലരും കാണുന്നത്. അല്ലാത്തവർ കാണാം. പക്ഷേ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ, ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ എങ്ങനെ അവളുടെ വിവാഹം നടത്തും? അവൾ തന്നെ ഒരു ബാധ്യതയല്ലേ? പെൺകുഞ്ഞും ആൺകുഞ്ഞും ഒരുപോലെയല്ലേ? സ്ത്രീക്ക് അറിയിക്കുന്ന പരിഗണന കിട്ടാറുണ്ടോ? പഴയ കാലത്തേക്കാൾ ഇപ്പോൾ ഒത്തിരി വളർന്നു, സമൂഹം മാറി. എന്നാൽ പോലും എവിടെയൊക്കെയോ അടിച്ചമർത്തപ്പെടുന്ന ഒത്തിരി സ്ത്രീകളില്ലേ? ശരിക്കും ശക്തനായ ഒരു മനുഷ്യൻ്റെ പിന്നിൽ ഒരു സ്ത്രീ കാണും. സ്നേഹമുള്ള, സഹനമുള്ള, കരുതലുള്ള ഒരു സ്ത്രീ. അല്ലെന്ന് പറയാൻ പറ്റുമോ? എന്നാലും നമ്മൾ അവളെ മനസ്സിലാക്കാറില്ല. ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നല്ലൊരു സ്ത്രീ വേണം. ജീവിതത്തിൽ പല മേഖലകളിലും മുന്നോട്ട് പോകണമെങ്കിൽ ഒരു സ്ത്രീ വേണം. അവൾ അമ്മയായി കൂടെ കാണും, ഭാര്യയായി കാണും, സഹോദരിയായി കാണും, മകളായി കാണും, നല്ലൊരു സുഹൃത്തായി കാണും. ഇങ്ങനെ അവർ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പുരുഷൻ്റെ എല്ലാവരുടെയും അല്ല, ചിലരെയൊക്കെ ധാരണ അടിച്ചമർത്തപ്പെടേണ്ടവളാണ് സ്ത്രീ, ഞങ്ങളെക്കാൾ ഉയർന്ന് അവൾ കയറാൻ പാടില്ല. അങ്ങനെയാണോ വേണ്ടത്? ഇനി എത്രയെത്ര സ്ഥലങ്ങൾ അവൾക്ക് കയറാനുണ്ട്, എവിടേക്ക് എത്തിച്ചേരാനുണ്ട്? എനിക്ക് നിങ്ങളോട്, സ്ത്രീകളോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ശക്തി തിരിച്ചറിയുക. നിങ്ങൾ നിങ്ങളുടെ ശക്തി തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഇന്നും നിങ്ങൾ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നത്. നിങ്ങളുടെ ശക്തി നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. കാര്യം നിങ്ങൾ പുരുഷനേക്കാളും ശക്തിയുള്ളവരാണ്, മാനസിക ശക്തിയുള്ളവരാണ്. നിങ്ങളുടെ കണ്ണീരിന് പോലും ഒരു ശക്തിയുണ്ട്. നിങ്ങളത് തിരിച്ചറിയാത്തത് കൊണ്ടാണ് പലയിടത്തും നിങ്ങൾ അടിച്ചമർത്തപ്പെടുന്നു എന്ന് നിങ്ങൾ പറയുന്നത്. അത് നിങ്ങളുടെ കുഴപ്പമാണ്. നിങ്ങളെ അടിച്ചമർത്താൻ ഈ ലോകത്തിൽ ആർക്കും കഴിയില്ല. ഓരോ പെൺകുഞ്ഞുങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വളർന്നു വരുന്ന അന്ന് മുതൽ ഒത്തിരി നിയന്ത്രണങ്ങൾ കാണാം, നിങ്ങളുടെ ജീവിതത്തിൽ പല പരിമിതികൾ കാണാം. പക്ഷെ നിങ്ങളെ അടിച്ചമർത്താനോ നിങ്ങളെ ഇല്ലാതാക്കാനോ ആരെങ്കിലും ശ്രമിച്ചാൽ ഒരിക്കലും പ്രതികരിക്കാതിരിക്കരുത്. കാരണം നിങ്ങൾ പ്രതികരിക്കാതിരിക്കുമ്പോഴാണ് മറ്റുള്ളവർ നിങ്ങളുടെ നേർക്ക് വീണ്ടും വീണ്ടും നിങ്ങളെ ഉപദ്രവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ ആരെങ്കിലും അടിച്ചമർത്താൻ വന്നാൽ, അതിക്രമങ്ങൾക്ക് വന്നാൽ നിങ്ങൾ പ്രതികരിക്കാതിരിക്കല്ല. തീർച്ചയായും പ്രതികരിക്കണം. ശരിക്കും സ്ത്രീയുടെ ശത്രു സ്ത്രീ തന്നെയല്ലേ? ആലോചിച്ച് നോക്കിയാൽ മതി. ഞാൻ പറയുന്ന കള്ളമാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. സ്ത്രീയുടെ ഏറ്റവും വലിയ ശത്രു സ്ത്രീ തന്നെയാണ്. അതിൽ നിന്നും മാറുക. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, എൻ്റെ ഉള്ളിലൊരു ശക്തിയുണ്ട്. ആ ശക്തിയെ ഞാൻ തിരിച്ചറിയുന്ന കാലത്ത് എന്നെ അടിച്ചമർത്താൻ ആരും വരില്ല. എനിക്ക് എത്തേണ്ടടുത്ത് എനിക്ക് സമരം ചെയ്യേണ്ട കാര്യമില്ല, ഞാനെത്തും. അതാണ് ഇവിടെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കടന്നു വരുന്ന ഒത്തിരി സ്ത്രീകളുണ്ട്. അവരോടൊക്കെ ബഹുമാനിക്കുകയാണ് ഈ നാട് വേണ്ടത്. നമ്മൾ ഓരോരുത്തരും അവരെ റെസ്പെക്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ബഹുമാനിക്കുമ്പോഴാണ് അവൻ മഹാനാകുന്നത്, അല്ലാതെ അവളെ അടിച്ചമർത്തുമ്പോഴല്ല. സ്ത്രീയെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പുരുഷനാണ് എന്നും നല്ല പുരുഷൻ. അതുകൊണ്ട് ഇന്നൊരു വിമൻസ് ഡേ മാത്രം ആഘോഷമാക്കാതെ എല്ലാ ദിവസങ്ങളും സ്ത്രീകളുടെ ദിവസങ്ങളായി മാറട്ടെ. അവർ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്കും ശക്തിയാണ്. എല്ലാ നല്ലവരായ എൻ്റെ സ്ത്രീ സുഹൃത്തുക്കളോടും എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള വിമൻസ് ഡേയുടെ വിഷസ് അറിയിക്കുന്നു. ഹാപ്പി വിമൻസ് ഡേ. ഞാൻ ഡോക്ടർ ഡഗ്ലസ്. താങ്ക് യു.